പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി രേഖാചിത്രം. മമ്മൂട്ടിയെ നായകനാക്കി ദി പ്രീസ്റ്റ് എന്ന ചിത്രമൊരുക്കിയ ജോഫിൻ ടി ചാക്കോയുടെ ഏറ്റവും പുതിയ സിനിമ രേഖാചിത്രം തിയേറ്ററുകളിൽ പ്രേക്ഷക ശ്രദ്ധ നേടിക്കഴിഞ്ഞു. സസ്പെൻസ് ഒളിപ്പിച്ച് പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ചിത്രം ഒരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി സിനിമ കൂടിയാണ്. ജോൺ മന്ത്രിക്കൽ, രാമു സുനിൽ എന്നിവരുടെ തിരക്കഥയിൽ കാവ്യ ഫിലിം കമ്പനിയുടെ ബാനറിൽ വേണു കുന്നപ്പിള്ളിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. തിരക്കഥ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ആസിഫ് അലി ട്രാക്കൊന്ന് മാറ്റിപ്പിടിച്ചെന്ന് തോന്നുന്നു. ഒരു സമയത്ത് താരത്തിന്റെ ചിത്രങ്ങൾക്ക് ബോക്സ് ഓഫീസിൽ വേണ്ടത്ര കളക്ഷൻ നേടാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ കെട്ടിയോളാണെന്റെ മാലാഖ എന്ന ചിത്രത്തിലൂടെ വൻ തിരിച്ചുവരവ് തന്നെ താരം നടത്തി. അടുത്തിടെ ഇറങ്ങിയ ആസിഫ് അലി ചിത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് മികവുറ്റതാണ്. ആ ലിസ്റ്റിലേക്ക് ഒരു ചിത്രം കൂടി. പതിഞ്ഞ താളത്തിൽ പഴുതുകളടച്ച് മുന്നോട്ടു പോകുന്ന ക്രൈം ചിത്രത്തിന്റെ കരുത്ത് തിരക്കഥയാണ്. ഒപ്പം ആസിഫ് അലിയുടെ വിവേക് എന്ന പോലീസ് കഥാപാത്രവും. ആസിഫ് അലിക്ക് പുറമെ അനശ്വര രാജന്റെ കഥാപാത്രവും എടുത്തു പറയേണ്ടതാണ്. ഏറെ ദുരൂഹതകൾ ഒളിപ്പിച്ചു വെച്ച നിഷ്കളങ്കതയുടെ മുഖമാണ് അനശ്വര രാജന്റെ കഥാപാത്രം. സിദ്ദിഖ്, മനോജ് കെ ജയൻ, ഇന്ദ്രൻസ്, ഹരിശ്രീ അശോകൻ, സായ് കുമാർ, ശ്രീകാന്ത് മുരളി, നിശാന്ത് സാഗർ, ഭാമ അരുൺ, സുധി കോപ്പ, മേഘ തോമസ്, ടി ജി രവി, ശ്രീജിത്ത് രവി, ഷഹീൻ സിദ്ദിഖ്, പഴയകാല നടി സലീമ എന്നിവരുടെ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മികവുറ്റതാണ്. ജോഫിൻ ടി ചാക്കോയുടെ ആദ്യ ചിത്രമായ ദി പ്രീസ്റ്റിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കഥാതന്തുക്കളിലൂടെയാണ് രേഖാചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട വിവേക് സർവീസിൽ തിരിച്ചു കയറിയ ശേഷം സ്ഥലമാറ്റം കിട്ടി എത്തിപ്പെടുന്നത് ഒരു ഉൾനാടൻ സ്റ്റേഷനിലേക്കാണ്. ചാർജ് എടുത്ത തൊട്ടു പിന്നാലെ വെല്ലുവിളി നേരിടുന്ന നിഗൂഢതകൾ ഒളിഞ്ഞുകിടക്കുന്ന ഒരു കേസ് വിവേകിന്റെ കയ്യിലെത്തുന്നു. കേസുമായി ബന്ധപ്പെട്ട് ഓരോ കുരുക്കുകൾ അഴിക്കും തോറും വീണ്ടും വീണ്ടും കുരുക്കുകൾ ഓരോന്നായി മുറുകുന്നിടത്ത് നിന്നാണ് കഥയുടെ ഉള്ളകങ്ങളിലേക്ക് വിവേക് പോകുന്നത്. വിവേക് എന്ന കഥാപാത്രം തികച്ചും വേറിട്ടതാക്കാൻ ആസിഫ് അലിക്കായി. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് അപ്പു പ്രഭാകറാണ്. രണ്ടു കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്ന ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ചിത്രത്തെ കൂട്ടിയോജിപ്പിക്കുന്നതിൽ അപ്പു പ്രഭാകറിന്റെ പങ്ക് വലുതാണ്. മുജീബ് മജീദാണ് ചിത്രത്തിന്റെ സംഗീതം. മികവുറ്റൊരു തിരക്കഥയിൽ ഉടനീളം സസ്പെൻസ് ഒളിപ്പിച്ച് പ്രേക്ഷകർക്ക് നവീനമായ ഒരു അനുഭവം സമ്മാനിക്കാൻ ജോഫിൻ ടി ചാക്കോക്കായി. കുറച്ചു വർഷങ്ങളായി മലയാളത്തിലാണ് ഏറ്റവും മികച്ച ക്രൈം സിനിമകൾ നിർമ്മിച്ചിട്ടുള്ളതെന്ന വിലയിരുത്തലുകൾ ഇതിനോടകം വന്നിട്ടുണ്ട്. മലയാളത്തിൽ ഇറങ്ങുന്ന മിക്ക ക്രൈം ചിത്രങ്ങളും വലിയ ജനശ്രദ്ധ നേടിയിട്ടുമുണ്ട്. വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആസിഫ് അലിക്കായി. എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രമാണ് അനശ്വരയുടേത്. മലയാളത്തിന്റെ ഭാഗ്യനായിക എന്ന ലേബൽ സ്വന്തമാക്കിയ അനശ്വരയുടെ വളർച്ച പെട്ടെന്നായിരുന്നു. കൈനിറയെ ചിത്രങ്ങളുമായി മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ അനശ്വര തന്റെ സ്ഥാനം നേടിക്കഴിഞ്ഞു. കഴിഞ്ഞ 2 വർഷങ്ങളിലായി എബ്രഹാം ഓസ്ലാർ, നേര്, ഗുരുവായൂരമ്പലം നടയിൽ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ തന്നെ വ്യത്യസ്തമായ വേഷങ്ങൾ അനശ്വര ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റിലേക്ക് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി സിനിമയായ രേഖാചിത്രം കൂടി. 2025 തുടക്കം ബോക്സ് ഓഫീസിൽ ഹിറ്റടിക്കാനായി ആസിഫ് അലിയുടെ ക്രൈം സിനിമ രേഖാചിത്രം മികച്ച അഭിപ്രായങ്ങളുമായി മുന്നേറുകയാണ്.